ഇതിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രത്യേകതരം കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന മുരിങ്ങയില വെച്ചുള്ള കറി. അതിന് വേണ്ടുന്ന ഒരു പിടി മുരിങ്ങയില, അരമുറി തേങ്ങ, 3-4 കഷ്ണം ചുവന്നുള്ളി, ഒരു നുള്ളി ജീരകം, 2 തണ്ട് കരിയാപ്പില. ഇത് കരിയാപ്പിലയും ചുവന്നുള്ളിയും ജീരകവും ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരയ്ക്കുക. ഒന്ന് അരച്ച ശേഷം ബാക്കി കാണിക്കാൻ ഞാൻ. മുരിങ്ങയില കറി തയ്യാറാക്കാൻ പോവാണ്. എണ്ണ ചൂടായി ഇതിനകത്തിലോട്ട് ഇനി ഇച്ചിരി കടുക് ഇടുകയാണ്. അതിന് വേണ്ടുന്ന 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ ഈ 3 വറ്റൽമുളക് ഇതിനകത്ത് മുരിങ്ങയില നല്ലതുപോലെ വറക്കണം. ഇത്തിരി കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോകാതെ വറക്കാം. നോക്കണം മുരിങ്ങയില ഇങ്ങനെ ചെറിയ തീയിലിട്ട് മൂപ്പിച്ചെടുക്കണം. വേണ്ട മൂത്ത് വരുവാണ്. വെള്ളം ഒഴിച്ച് കറിക്ക് എത്ര വേണം കറി അതനുസരിച്ച്. ഒത്തിരി ലൂസും ആവരുത്, ഒത്തിരി കൊഴുത്തും ഇരിക്കരുത്. ഒത്തിരി ലൂസായാൽ കൊള്ളത്തില്ല കറി. എന്നാൽ ഒരുപാടങ്ങ് കുറുകുറാന്ന് കുരുത്തും ഇരിക്കരുത്. കല്ലുപ്പാണ് ഉപ്പ് പൊടിക്ക് പകരം ചേർക്കുന്നത്. ആ കറിക്ക് പരുവത്തിനുള്ള കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പുപൊടിയെക്കാട്ടി നല്ലത് കല്ലുപ്പാണ്. ഏറ്റവും നല്ല ടേസ്റ്റ് വരും. പണ്ടൊക്കെ എല്ലാവരും കല്ലുപ്പാണല്ലോ എല്ലാത്തിനും ചേർക്കുന്നത്. കല്ലുപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഈ കറി ചൂടാവണം, തിളയ്ക്ക് പോകരുത്. ചൂടായി ചെറുതായിട്ട് ഇളക്കി ഇങ്ങനെ ചൂടാക്കി എടുക്കാവൂ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യണം. കറി ചൂടാവണം, തിളയ്ക്കരുത്.